ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കണ്ടെത്താനുള്ളവർക്കായുള്ള 4ാം ഘട്ട ദൗത്യം ഉടൻ ആരംഭിക്കും. ഗോവയിൽ നിന്നും ഇന്നലെ കാർവാറിലെത്തിച്ച ഡ്രഡ്ജർ വെസൽ ഇന്ന് ഷിരൂരിലെത്തിക്കും. വേലിയിറക്ക സമയത്ത് മാത്രമേ ഗംഗാവലി പുഴയിലെ പാലത്തിനടിയിലൂടെ ഡ്രഡ്ജർ വെസൽ കടത്തിവിടാൻ കഴിയൂ. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അടക്കം 3 പേർക്കായുള്ള തെരച്ചിലാണ് ഗംഗാവലി പുഴയിൽ പുനരാരംഭിക്കുക. അനുകൂല കാലാവസ്ഥയിൽ പെട്ടെന്ന് തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ഗംഗാവലി പുഴയുടെ സമീപത്തു നിന്നും AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി നമ്മൾ ഷിരൂരിൽ എത്തിയിരിക്കുകയാണ്. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് എങ്ങനെയുണ്ട്? ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഡ്രഡ്ജർ വെസൽ അവിടെ എത്താനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. കർവാറിൽ നിന്ന് എപ്പോഴാണ് ഈ ഡ്രഡ്ജർ വെസൽ പുറപ്പെടുക? ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലോ അല്ലേ 4ാം ഘട്ട ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ? അഭിലാഷ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പ്രതീക്ഷാ നിർഭരമായ ഒരു പുലരിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം 3 ഘട്ട ദൗത്യമാണ് ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതുവരെ നടന്നു കഴിഞ്ഞിരുന്നത്. പലപ്പോഴും പല പ്രാവശ്യങ്ങൾ നടന്നപ്പോൾ പോലും ചില പ്രതിസന്ധികളെ തുടർന്ന് ആ ദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടുന്ന സ്ഥിതിയായിരുന്നു. പ്രധാനമായും പ്രതികൂല കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ഉപകരണങ്ങളുടെ അഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് ഈ ദൗത്യം അവസാനിപ്പിക്കാൻ ഇടയാക്കിയത്. പക്ഷേ ഇന്നിപ്പോൾ പൂർണ്ണമായും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് വേണം പറയാൻ. കാരണം തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴ മാറി നിൽക്കുന്നു, കാർമേഘങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ദൗത്യം പുനരാരംഭിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവാലി പുഴ ഈ ഗോകർണം കടലിലേക്ക് എത്തുന്ന ആ ഭാഗത്ത്, അതായത് അഴിമുഖ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് കൂടിയായിരിക്കും ഇന്നലെ കാർവാറിൽ എത്തിച്ചിരിക്കുന്ന ഡ്രഡ്ജർ ബോട്ട് എത്തിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് രാവിലെ 10 മണിയോട് കൂടി തന്നെ ഡ്രഡ്ജർ ബോട്ട് ഈ ഭാഗത്തേക്ക് എത്തും. അതിനുശേഷം ഈ ഭാഗത്ത് വേലിയിറക്ക സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ മേഖലയിൽ നിന്ന് പുഴയിലേക്ക്, ഗംഗാവാലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജർ വെസൽ എത്തിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ രാത്രി 2 മണിയോട് കൂടി തന്നെ ഈ വെസൽ കാർവാർ മേഖലയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 28 മീറ്റർ നീളമുണ്ട് അതിന്. അതോടൊപ്പം തന്നെ 8 മീറ്ററോളം വീതിയുമുള്ള ഈ ഡ്രഡ്ജർ ഈ ഗംഗാവാലി പുഴയിലെ 2 പാലങ്ങളുണ്ട്. ഈ പാലങ്ങളുടെ അടിയിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വേലിയിറക്ക സാധ്യതകളും വേലിയേറ്റ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 10 മണിയോടെ എത്തുന്ന ഈ ഡ്രഡ്ജർ വൈകിട്ട് വേലിയിറക്ക സമയത്തായിരിക്കും ഈ ഗംഗോത്രി പുഴയുടെ താഴ്വാര ആ പാലത്തിനടിയിലൂടെ കടത്തിവിടുക എന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും ഷിരൂർ മേഖലയിലേക്ക് ഈ ഡ്രഡ്ജർ വെസൽ എത്തിക്കുക എന്നതുള്ള കൂടിയാണ് അറിയുന്നത്. ഏതായാലും അതിനു മുമ്പായി തന്നെ ഇന്നിപ്പോൾ നാവിക സംഘം ഈ ഷിരൂരിൽ ദുരന്തമുഖത്ത് അവിടെ ഒരു പരിശോധന നടത്തും. നേരത്തെ കണ്ടെത്തിയിരുന്ന ട്രക്കിന്റെ ഭാഗങ്ങളുണ്ടെന്ന് എന്ന് സംശയിക്കുന്ന ആ ഭാഗത്ത് ഇന്ന് വീണ്ടും അവിടെ സോണാർ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ആ ട്രക്ക് നീങ്ങിപ്പോയിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നാളെ രാവിലെയോട് കൂടിയായിരിക്കും ആ പുഴയിൽ താഴത്തെ ഒക്കെയുള്ള പരിശോധന സാധ്യമാകുക, മണ്ണ് നീക്കിയുള്ള പരിശോധനയായിരിക്കും സാധ്യമാകുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഴിമുഖത്തേക്ക് എപ്പോഴേക്കായിരിക്കും ഡ്രഡ്ജർ വെസൽ എത്തുക? 10 മണിയോട് കൂടി എത്തുമെന്നാണോ നമ്മൾ കരുതുന്നത്? അതായത് ഓൺ ദ വേ ആണ്, ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ അഭിലാഷം നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ എത്തിയാൽ അവിടെ നിർത്തിയിടുമോ? അത് കഴിഞ്ഞ് ഈ വേലിയിറക്കത്തിന്റെ ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമോ? അതിനുശേഷമായിരിക്കുമോ പാലത്തിനിടയിലൂടെ ഷിരൂർ മേഖലയിലേക്ക് കടത്തുക? തീർച്ചയായിട്ടും അരുൺ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഈ ഡ്രഡ്ജർ വെസൽ കാർവാർ മേഖലയിൽ നിന്ന് പുറപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് എത്തിയെങ്കിൽ പോലും ഈ കാലാവസ്ഥ കൂടി പരിഗണിച്ച്, അതായത് വേലിയിറക്ക സാധ്യതകളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ഡ്രഡ്ജർ വെസൽ മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ കടലിലൂടെ വരുന്ന സമയത്ത് ഇതിൽ മത്സ്യബന്ധന തൊഴിലാളികൾ ഉപേക്ഷിക്കുന്ന വലകളും മറ്റുമൊക്കെ കടൽ ഭാഗത്തുണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഡ്രഡ്ജർ വെസൽ ഈ ഭാഗത്തേക്ക് വരാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തോടു കൂടി തന്നെ ടഗ് ബോട്ടിന്റെ സഹായത്തോടു കൂടി വലിച്ചുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ ബോട്ട് ഈ വെസൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഏതായാലും ഈ കടലിലെ ഈ അഴിമുഖ ഭാഗത്ത് ചില പാറക്കെട്ടുകളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചുകൊണ്ട് വെള്ളം ഉയർന്നു നിൽക്കുന്ന സമയത്ത് കൂടിയായിരിക്കും ഈ ഭാഗത്തൂടെ കടത്തിവിടുക. ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് ഈ ഗംഗോത്രി പാലമുള്ളത്. ഈ പാലമാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി. ആ പാലത്തിന് ഏതാണ്ട് 4 മീറ്റർ മാത്രമാണ് ഉയരമുള്ളത്. ഈ പാലത്തിനടിയിലൂടെ കടത്തിവിടണമെങ്കിൽ അവിടെ ഈ വേലിയിറക്ക സാധ്യതകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് 10 മണിയോട് കൂടി തന്നെ ഈ ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പോലും വൈകുന്നേരം 4 മണിക്ക് ശേഷം മാത്രമേ ആ പാലത്തിനടിയിലൂടെ കടത്തിവിടാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിനുശേഷമായിരിക്കും മറ്റൊരു കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റൊരു പാലം കൂടി മുകളിലുണ്ട്. ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അവിടെ വേലിയേറ്റ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം ഇതിന് വേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയോട് കൂടിയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടി മാത്രമേ ഈ ഡ്രഡ്ജർ വെസൽ ആ ഭാഗത്തേക്ക്, അതായത് ഷിരൂരിലെ ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും
കഴിയൂ. അവിടെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് അവിടെ നേരത്തെ സോണാർ പരിശോധനയിൽ ട്രക്ക് ഉണ്ട് എന്ന് സംശയിക്കുന്ന ആ ഭാഗത്തായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. അതിനുശേഷമായിരിക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്ക്, അതായത് നേരത്തെ ഈ കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന നേരത്തെ ബോയൊക്കെ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് മൺതിട്ടകൾക്കും അതോടൊപ്പം തന്നെ തീരത്തിനും ഇടയിലായി നിൽക്കുന്ന ഏതാണ്ട് ഒരു 20 മീറ്റർ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലത്തുള്ള മണ്ണ് നീക്കി ഉള്ള പരിശോധനകൾ നടത്തുക എന്നാണ് നമുക്ക് കാലാവസ്ഥ എങ്ങനെയാ എന്നാണ്. തീർച്ചയായിട്ടും മനോഹരമായ ഒരു കടപ്പുറമാണ്. നല്ല രീതിയിലുള്ള കാലാവസ്ഥയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലൊരു സമയത്തല്ലായിരുന്നെങ്കിൽ വളരെ ആസ്വാദികരമായ ഒരു സ്ഥലം കൂടിയാണ് എന്ന് വേണം. പ്രദേശം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഈ ഗോകർണത്ത് പോയിട്ടില്ല, ഗോകർണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി കെ അഭിലാഷ് നിൽക്കുന്നത്. അഭിലാഷ് പോയത് വിനോദയാത്രയ്ക്കല്ല എന്ന് പ്രേക്ഷകർക്ക് അറിയുമെങ്കിലും ആ സ്ഥലം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. മനോഹരമായ സ്ഥലമാണ്. ഗോകർണം കടലിനോട് ചേർന്നുള്ള ഒരു അഴിമുഖത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ ഗംഗാവലി പുഴ വന്ന് കടലിലേക്ക് ചേരുന്നത്. ആ ഭാഗത്തേക്കാണ് ഡ്രഡ്ജർ വെസൽ അല്പസമയത്തിനുള്ളിൽ കാർവാറിൽ നിന്ന് എത്തിച്ചേരുക. 10 മണിയോടുകൂടി എത്തിച്ചേർന്നാൽ വേലി ഇറക്കത്തിനു വേണ്ടി കാത്തു നിൽക്കും. കാരണം ആ അഴിമുഖത്തോട് ചേർന്നുള്ള ഒരു പാലമുണ്ട്. ആ പാലമാണ് ഗംഗോത്രി പാലം എന്നറിയപ്പെടുന്നത്. ആ പാലത്തിന് കീഴിലൂടെ പോകണമെങ്കിൽ ജലനിരപ്പ് താഴേണ്ടതുണ്ട്. അതിന് വേലി ഇറക്കത്തിന് നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോകർണം തീരത്തു നിന്നുള്ള മനോഹരമായ ദൃശ്യമാണ്. അന്തരീക്ഷ മേഘാവൃതമല്ല, പൊതുവെ നീല ആകാശമാണ് കാണുന്നത്. അതുകൊണ്ട് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇപ്പോൾ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് 3 നോട്ട്സാണ്. നമ്മുടെ പ്രതിനിധി AK അഭിലാഷും സംഘവും രഞ്ജിത്ത് മന്നിപ്പാടിയും അവിടെ തുടരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളും വാർത്തകളും ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഡ്രഡ്ജറിന്റെ നീക്കം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. ഷിരൂരിൽ ഇന്നിപ്പോൾ 4ാം ഘട്ട ദൗത്യം പുനരാരംഭിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇതാണ് കേട്ടോ അവസാനത്തെ പ്രതീക്ഷ. അതല്ലെങ്കിൽ നമുക്കിനി ഈ പുഴ മെലിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. അവസാനത്തെ പ്രതീക്ഷയാണ് ഈ ഡ്രഡ്ജർ വെസൽ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ. ആ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളടക്കം മാധ്യമപ്രവർത്തകരുടെയൊക്കെ വലിയ സമ്മർദ്ദം ആദ്യഘട്ടത്തിലുണ്ടായി. വലിയ രീതിയിലുള്ളൊരു തെരച്ചിലാണ് അർജുനും ഒപ്പം മറ്റു 3 പേർക്കും വേണ്ടി ഗംഗാവലി പുഴയിൽ അവസാന ഘട്ടം എന്ന നിലയിൽ സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാർവാറിൽ എത്തിച്ച ഡ്രഡ്ജർ വെസൽ അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. ടഗ് ബോട്ടുകൾ എന്ന് പറയുന്ന ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് ഈ വെസൽ അവിടേക്ക് എത്തിക്കുന്നത്. അവിടേക്ക് ഈ ഡ്രഡ്ജർ വെസൽ എത്തിച്ചു കഴിഞ്ഞാൽ ജലോപരിതലത്തിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ വെസലിന് ഈ മണ്ണ് നീക്കാൻ സാധിക്കും. ടഗ് ബോട്ടിൻ്റെ കൂടി പിന്തുണയുണ്ടാവും. 3 നോട്ട്സിൽ താഴെ ഒഴുക്കുണ്ടെങ്കിൽ മാത്രമാണ് അത് സാധ്യമാവുക. ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ഒഴുക്ക് അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും വലിയ തെരച്ചിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ ഷിരൂരിൽ എത്തിക്കാൻ പോകുന്ന ഡ്രഡ്ജർ വെസൽ. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ടഗ് ബോട്ട് അത് നിയന്ത്രിച്ചു പോകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഇത് നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്. 10 മണിയോടുകൂടി ഇപ്പോൾ നമ്മുടെ പ്രതിനിധി അഭിലാഷ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ വെസൽ എത്തിക്കും. ഡ്രഡ്ജർ വെസൽ എന്ന് പറയുന്നത് സാധാരണ ഞങ്ങളുടെ ഈ റിപ്പോർട്ടറിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ ഒരു ചെറിയ തടാകമുണ്ട്. ആ തടാകം വൃത്തിയാക്കാൻ വേണ്ടി ഒരു മിനി ഡ്രഡ്ജർ വെസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് JCB ഉപയോഗിച്ച് മണ്ണ് മാന്താൻ കഴിയുന്ന തരത്തിലുള്ള വെസലാണ് ഈ ഡ്രഡ്ജർ വെസൽ എന്ന് പറയുന്നത്. അത് വലിയ ഡ്രഡ്ജർ വെസലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഗോവയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ആ പ്രദേശത്തേക്ക് നമ്മുടെ ഗോകർണം അഴിമുഖത്തേക്ക് ഈ ഡ്രഡ്ജർ വെസൽ എത്തിക്കും. ഓരോ മണിക്കൂറിലും ഡ്രഡ്ജർ വെസലിൻ്റെ നീക്കങ്ങൾ തത്സമയം പ്രേക്ഷകരെ അറിയിക്കാൻ ഞങ്ങളുടെ പ്രതിനിധി AK അഭിലാഷും രഞ്ജിത്ത് മന്നിപ്പാടിയും അടക്കമുള്ള വാർത്താസംഘം അവിടെയുണ്ട്. ഷിരൂരിൽ എത്തിക്കുന്നതോടുകൂടി ദൗത്യസംഘം 4ാം ഘട്ടം പുനരാരംഭിക്കുമ്പോൾ പതിവുപോലെ അതിൻ്റെ ദൃശ്യങ്ങളും കൂടുതൽ വാർത്തകളും പ്രേക്ഷകരിലേക്ക് നമ്മൾ നൽകുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. അഭിലാഷും ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അഭിലാഷ്, അപ്പോൾ ഞാൻ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകുന്നു. AK അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത്. രഞ്ജിത്ത് മന്നിപ്പാടിയും ഗോകർണം കടലിൽ അഴിമുഖത്തിൽ നിന്നാണ് തത്സമയ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മുടെ അർജുനന്റെ വാഹനം കണ്ടെത്താനുള്ള തെരച്ചിൽ, അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ തെരച്ചിൽ, ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.